മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലമൊക്കെ കാണാൻ. ഞാൻ സുഹാസിന്റെ വീട്ടിൽ വന്ന കേട്ടോ. സുഹാസ് ആക്ച്വലി ഈസ് ഫ്രം പൂനെ, റൈറ്റ്? മുംബൈ. നമ്മള് കൗച്ച് സർഫിങ്ങിലാണ് മീറ്റ് ചെയ്തത്. പുള്ളി മുംബൈയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വില്ലേജിൽ വന്ന് വയനാട്ട് സ്ഥലമൊക്കെ മേടിച്ച് ഇവിടെ സ്റ്റേ ആട്ടോ. പുള്ളിയുടെ വീടിരിക്കുന്ന നോക്കി ശരിക്കും ഒരു കാട്ടിലാട്ടോ. അടിപൊളിയല്ലേ? ഞാനപ്പോൾ കുറേ നാളായി ഞങ്ങൾ കൊച്ചിയിലൊക്കെ മീറ്റപ്പ് ഉള്ളപ്പോഴൊക്കെ കാണാറുള്ളത്. ഇവിടെ വന്ന് എന്തായാലും ഇവിടെ വരുമ്പോഴത്തേനും സുഹാസിൻ്റെ സ്ഥലമൊക്കെ കാണണമെന്ന് പറഞ്ഞു. ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യും. ജസ്റ്റ് എല്ലാവരും ഇത്രയും ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആർക്കും വരാൻ അങ്ങനെ പറ്റാറില്ല. പക്ഷെ വന്നിരിക്കേണ്ട സ്ഥലം കേട്ടോ. പുള്ളിയുടെ ഒരു ഫാം സ്റ്റേ ആണ്. അടിപൊളിയാണ്. ഈ സുഹാസിൻ്റെ പെറ്റാട്ടോ. പുള്ളിയുടെ ഫാമാണ്. കഴുക്കൊക്കെ എന്തോ അടിപൊളി കേട്ടോ. എനിക്ക് ഫുള്ള് കാടാട്ടോ. This we made a lot of wine. Anchakka 20 like Rampal, you know, source of a lot of star fruits were there. Star fruits. And you know star fruits. Yeah, I know. Yeah, this is the now it is. See this one. Yeah. It's a little sour and sweet. This is sweet one. It is maybe sour. The banana is nice. This is നമ്മൾ ഇവിടെ നിന്നാട്ടോ വന്നെ. ശരിക്കും കാടാണ് ഇവിടെയൊക്കെ. നോക്കി അമ്മ, ഇവിടെ ഒരു പാടമുണ്ട് കേട്ടോ. they have a shortcut. ഒരു പോണ്ടുണ്ട്. ഇത് സുഹാസിന്റെ പ്രോപ്പർട്ടി ആട്ടോ. 2 ഏക്കർ ഉണ്ട്. നല്ല സ്ഥലം കേട്ടോ. പിന്നെ പോത്തൂട്ടൻ. उसको बोलो if you go on the map you will see this listing. Additional houses. നമ്മളിപ്പോൾ നടക്കുന്നത് കബനിയിലോട്ടാണ്. കബനി പുറ ഇങ്ങനെ ഒഴുകുകട്ടോ. ഇവിടെ ആന വരുന്ന സ്ഥലം കേട്ടോ. ഫെൻസ് ഇട്ടേക്കണുണ്ടോ? ഇത് നൈറ്റ് ടൈമിൽ ഇവിടെ ഇതിൽ കറണ്ട് ഉണ്ടാവുമെന്ന് പറയണം. മുട്ടണ്ട. ഫിഷിംഗ് സ്പോട്ടാണിത്. സെയിം കേരള കർണാടക ബോർഡർ ആട്ടോ കബനി. ചെറിയൊരു കടമുണ്ട് കേട്ടോ. ബൈക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന പറയുന്നില്ലേ. Good place is there. House is there. Why to tent here? Because night time. നമ്മളൊരു ചെറിയ നടത്തമൊക്കെ ഇട്ടിട്ട് തിരിച്ചു പോവാട്ടോ. എനിക്കിത് കഴിഞ്ഞിട്ട് മാനന്തവാടിക്ക് പോകണേ. കൊള്ളാം. കുറേ നടക്കാനുണ്ട് കേട്ടോ. Yam. ഫുള്ള് കൃഷിയാണ്.